ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐദൂസ് ഭയങ്കര സന്തോഷത്തിലാണ്. അവൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. സത്യം പറഞ്ഞ ഇപ്പോഴാണ് നമുക്ക് ആ ഒരു പഴയ വൈബ് തിരികെ കിട്ടുന്നത്. ഉമ്മച്ചിയും വാപ്പച്ചിയും ഞാനും അനിയത്തിയും ഒരുമിച്ചുള്ള ആ ഒരു പഴയ ദിവസങ്ങളില്ലേ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈമില്ലേ, ഒന്നും അറിയാത്തൊരു പ്രായം എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് നമ്മളെല്ലാവരും ആശിച്ചു പോകാറുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ടൈമാണ്. കാരണം ഇപ്പം നമുക്ക് നമ്മുടെ മക്കളും കൂടെ ഉണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ പറയുന്നതും നിങ്ങൾ കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് വാപ്പച്ചിയുടെ തോളിലൊക്കെ ഇരുന്ന് ഉത്സവം കാണാനും നാടകം കാണാനും ഒക്കെ പോകുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. അവിടുത്തെ ഘോഷയാത്രയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഉത്സവം കാണാൻ പോകണമെന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ തുടങ്ങിയ വാശിയാണ് രണ്ടും കൂടി. പിള്ളേരെ അപ്പോൾ വാപ്പച്ചി രാവിലെ നമ്മളോട് പറഞ്ഞു, നൈറ്റ് എന്തായാലും ജംഗ്ഷനിൽ പോയിട്ട് ഘോഷയാത്ര കാണാം, അതാണല്ലോ കാണാൻ നല്ല ഭംഗി. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ള ജംഗ്ഷനാണ്. അടിപൊളിയായിരുന്നു കേട്ടോ ഘോഷയാത്രയൊക്കെ. വളരെ ഗ്രാൻഡായിട്ടാണ് അവർ നടത്തിയത്. ഒരു കുഞ്ഞമ്പലമാണ്, പക്ഷേ അവരുടെ ഒരു ഉത്സവം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ എല്ലാ പരിപാടികളും. അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി നമ്മളെല്ലാവരും കൂടെ കുടിച്ചു കേട്ടോ. പാത്തുൻ്റെയൊക്കെ സന്തോഷം കണ്ടോ. ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് രണ്ടുപേരും. പണ്ട് നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ബലൂണില്ലാതെ മടങ്ങില്ലല്ലോ. അന്ന് പല ഷേപ്പിലുള്ള ബലൂൺസൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനേ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഐദൂസിന് ലൈറ്റ്സൊക്കെ ഉള്ളൊരു ബലൂൺ വാങ്ങി കൊടുത്തു കേട്ടോ. ആഘോഷമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. ഈ ഒരു ഘോഷയാത്ര പോകുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വഴി മുഴുവൻ ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് താമസിച്ചിട്ടാണ് വീട്ടിലെത്തിയത്. എന്തായാലും വൈബ് നിറഞ്ഞൊരു നൈറ്റ് സമ്മാനിച്ച അവരോട് വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യട്ടോ.